ഹലോ കുട്ടികളെ, നമ്മൾ ഇക്കായി ദോ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇക്കായി തീൻ തേർഡ് ഇക്കായി സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ മീഠാ സന്ദ്ര ആണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇക്കായി തീൻ താനാബാന. താനാബാന എന്ന് പറഞ്ഞാൽ നൂലുകൾ ഇഴചേർന്ന് വസ്ത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത് പോലെ ബന്ധങ്ങളെയാണ് കാണിക്കുന്നത്, ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ. മീഠ സന്ദ്ര, മീഠ മധുരമുള്ള, സന്ദ്ര നാരങ്ങ. ഇതൊരു സംസ്മരണാണ്, അതായത് ഒരു ഓർമ്മക്കുറിപ്പ്. യായാവർ എന്ന ലേഖകൻ പണ്ട് കുറേ കാലം ഷില്ലോങ്ങിൽ, മേഘാലയയിലുള്ള ഷില്ലോങ്ങിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകളെയാണ് ഇവിടെ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിലൂടെ നമുക്കും ഒന്ന് പോയി നോക്കാം. जब भी शिलोंग में बिताया दिनों को याद करता हूँ तो मुझे ബൂഡി കാങ് യാദ് ആത്തി ഹേ. അദ്ദേഹം പറയാ, ഞാൻ ഷില്ലോങ്ങിൽ ഉണ്ടായിരുന്ന കാലത്തെ പറ്റി എപ്പോഴോർക്കുമ്പോഴും ഞാൻ എപ്പോൾ ഷില്ലോങ് മേ ബിതായേ ദിനോങ്കോ, ഷില്ലോങ്ങില് കഴിച്ചുകൂട്ടിയ ദിവസങ്ങളെ കുറിച്ച് യാദ് കർത്താഹും ഓർമ്മിക്കുമ്പോൾ, തോ മുജേ എനിക്ക് ബൂഡി കാങ് യാദ് ആത്തി ഹേ. ബൂഡി കാങ്, കാങ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ വയസ്സായ ഒരു കച്ചവടക്കാരിയെ യാദ് ആത്തി ഹേ, ഓർമ്മ വരാറുണ്ട്. വഹാ മേ മൽക്കി ഹിൽസ് മേ രഹതാ താ. ഷില്ലോങ്ങിലുള്ള മൽക്കി ഹിൽസ് എന്ന സ്ഥലത്താണ് ലേഖകൻ താമസിച്ചിരുന്നത്. രഹതാ താ. हमारे घर के पास ही छोटी सी गुमटी में बैठी मौसमी फल बेचती थी. വഹ് എന്ന് പറഞ്ഞാൽ ആ വയസ്സായ ഒരു കച്ചവടക്കാരി. ഹമാരെ ഘർ കെ പാസ് ഹി, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ. പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്. ചോട്ടീസി ചെറിയ, ഗുമട്ടീമേ ചെറിയ പെട്ടിക്കട പോലത്തെ ഒരു കട, മേ ബൈട്ടി അതിലിരുന്ന്, മോസമി ഫൽ, മോസമി ഫൽ എന്ന് പറഞ്ഞാൽ സീസണൽ ഫ്രൂട്ട്സ്, ആ കാലത്ത് കിട്ടുന്ന ഓരോരോ കാലത്തിൽ കിട്ടുന്ന ഫ്രൂട്ട്സ്, ബേച്ച്തീതി പഴങ്ങള് കച്ചവടം നടത്തുകയായിരുന്നു, വിൽക്കാറുണ്ടായിരുന്നു. സന്ദ്രേ, കേലെ, പ്ലം, പൈനാപ്പിൾ വ ഉബലെ ശക്കർകന്ദ്, ബിസ്കുട്ട്, ചോക്ലേറ്റ് വ പേപ്പർ മിന്റ്. അതായത് സന്ദ്ര എന്ന് പറഞ്ഞ ഓറഞ്ച്, കേല എന്ന് പറഞ്ഞാൽ പഴം, പ്ലം പ്ലം പഴം, പിന്നെ പൈനാപ്പിൾ പൈനാപ്പിൾ, പിന്നെ ഉബലി ശക്കർകന്ദ് എന്ന് പറഞ്ഞാൽ പുഴുങ്ങിയ സ്വീറ്റ് പൊട്ടാറ്റോസ് മധുരക്കിഴങ്ങ്, പിന്നെ ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, പെപ്പർമിന്റ്, മിന്റ് ലീവ്സ് അല്ലെങ്കിൽ പുതിന ഇല, അങ്ങനെ പലതരം കാര്യങ്ങൾ ആ ചെറിയ കടയിൽ അവര് വിറ്റിരുന്നു. സ്കൂളി ബച്ചേ ഉസ്കെ നിയമിത് ഗ്രാഹക് ദേ. സ്കൂളി ബച്ചേ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഉസ്കെ ആ സ്ത്രീയുടെ അല്ലെ ആ കടയിലുള്ള, നിയമിത് ഗ്രാഹക് ദേ സ്ഥിരമായി വരുന്ന ആളുകളായിരുന്നു, സ്ഥിരം ഉപഭോക്താക്കളായിരുന്നു. मैं भी उधर से जाते आते उस दुकान से कुछ ना कुछ खरीदता. मैं भी ഞാനും, ഉദർ സെ ജാത്തെ ആത്തെ ആ വഴി പോകുമ്പോഴും വരുമ്പോഴും, ഉസ് ദുക്കാൻ സെ ആ കടയിൽ നിന്ന്, കുച്ച് നാ കുച്ച് എന്തെങ്കിലുമൊക്കെ ഖരീദത്ത വാങ്ങാറുണ്ടായിരുന്നു. ദോടി ഗപ്ഷപ്പ് ബി കർത്ത. ഗപ്ഷപ്പ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുമ്പോൾ സംസാരിക്കുന്നതിനാണ് ഗപ്ഷപ്പ് കർണ എന്ന് പറയാം. അപ്പോൾ ദോടി ഗപ്ഷപ്പ് ബി കുറച്ച് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു, കർത്ത. കബി കബി ഉസ്കെ സാത്ത് ഉസ്കി പോത്തി ബി ബൈഠി ഹോത്തി. ആ വയസ്സായ സ്ത്രീ മാത്രമല്ല, കബി കബി ഇടയ്ക്കൊക്കെ, ഉസ്കെ സാത്ത് അവരുടെ കൂടെ, ഉസ്കി പോത്തി അവരുടെ കൊച്ചുമകൾ, പോത്തി എന്ന് പറഞ്ഞാൽ കൊച്ചുമകളാണ്, ബി ബൈഠി ഹോത്തി ആ ഒരു കൊച്ചുമകളും കൂടി അവരുടെ കൂടെ ഇരിക്കാറുണ്ടായിരുന്നു. കണ്ടില്ലേ, വയസ്സായ മുത്തശ്ശി ഇവിടെ കട നടത്തുകയാണ്, അവരുടെ കൂടെ അവരുടെ പോത്തി കൊച്ചുമകളും ഇരിക്കുകയാണ്. एक दिन मैं घर लौटते समय उधर से गुजरा तो उससे गपशप करने के लिए ठहर गया. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് ലോട്ടെ സമയം തിരിച്ചു പോകുന്ന സമയത്ത്, ഉദർ സെ ഗുസറ ആ വഴി പോവുകയായിരുന്നു, തോ
ഉസ്സെ ഗപ്ഷപ് കർനെ കെ ലിയേ അവരോട് സംസാരിക്കാൻ വേണ്ടി ടെഹർ ഗയ അവിടെ നിന്നു. ഇത് കണ്ടില്ലേ, ലേഖകന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ വയസ്സായ അമ്മൂമ്മയോട് അവര് സംസാരിക്കുകയാണ്. മേനെ ഉസ്സെ പൂച്ച ഞാൻ അവരോട് ചോദിച്ചു, സന്ദ്ര മീഠ ഹേ? ലേഖകൻ അവരടുത്ത് ചോദിക്കുക, സന്ദ്ര മീഠ ഹേ? ഓറഞ്ച് മധുരമുള്ളതാണോ? മധുരമുണ്ടോ ഓറഞ്ചിന്? ഉസ്നെ കഹാ ഹാ ബഹുത് മീഠ. അപ്പൊ ആ വയസ്സായ സ്ത്രീ പറയാ, ഹാ ബഹുത് മീഠ, വളരെയധികം മധുരമുള്ളതാണ്. മഗർ ജബ് മേനെ വഹി സവാൽ ദുഹരായ തോ വഹ് ബോലി. മഗർ പക്ഷേ, ജബ് മേ ഞാൻ അവരോട് വീണ്ടും ചോദിച്ചു, വഹി സവാൽ അതേ ചോദ്യം, ദുഹരായ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക, ഒന്നുകൂടി ചോദിക്കുക. തോ വഹ് ബോലി അങ്ങനെ ചെയ്തപ്പോ അവര് പറഞ്ഞു, മീഠ ഹേ തോ മധുരമുണ്ട്. ക്യോ നെയ് മീഠ ഹോഗ എന്തുകൊണ്ട് മധുരം ഉണ്ടാവില്ല? കാരണം ആ ഒരു വയസ്സായ സ്ത്രീ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. എന്താ അയാൾ ഇങ്ങനെ ചോദിക്കുന്നത്? മധുരം ഉണ്ടെന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ, ഉറപ്പായിട്ടും മധുരമുണ്ട്, എന്തുകൊണ്ട് മധുരം ഉണ്ടാവില്ല? കിത്നി ചീനി ഡാലി. അപ്പൊ ലേഖകൻ ചോദിക്കുക, എത്ര പഞ്ചസാര ഇട്ടിട്ടുണ്ട്? അപ്പോ ലേഖകൻ അവരോട് തമാശയായിട്ടാ ചോദിക്കുന്നത്, നല്ല മധുരമുള്ള ഓറഞ്ചാന്ന് പറഞ്ഞല്ലോ, അതില് എത്ര പഞ്ചസാര ഇട്ടിട്ടുണ്ട്? മേനെ പൂച്ച അദ്ദേഹം ചോദിച്ചു. വ സമജ് ഗയി കി മേ മസാക് കർ രഹാ താ. വ സമജ് ഗയി അവർക്ക് മനസ്സിലായി കി മേ മസാക് കർ രഹാ താ. മസാക് എന്ന് പറഞ്ഞാൽ തമാശ. അപ്പൊ ഞാൻ തമാശ പറയുകയാണ്, ഞാൻ കളിക്ക് പറയുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ബോലി ഏക് പവ്വ. അപ്പൊ അവര് പറയാ ഏക് പവ്വ, ഒരളവാണ് പവ്വ. നമ്മളിപ്പോ ഒരു ഗ്രാം അല്ലെങ്കിൽ ഒരു കിലോ എന്നൊക്കെ പറയൂലേ, പറയാ ഒരു പവ്വ ഇട്ടിട്ടുണ്ട്. മേനെ കഹാ ഏക് പാവ് ചീനി മേ തോ ജ്യാദാ മീഠ നഹി ഹോഗാ. അപ്പൊ ഞാൻ അവരോട് പറയാ, ഏക് പാവ് ചീനി അത്രേ ഉള്ളോ? അങ്ങനെയാണെങ്കിൽ അത് ജ്യാദാ മീഠ നഹി ഹോഗാ. ജ്യാദ കൂടുതൽ, മീഠ മധുരം, കൂടുതൽ മധുരം ഒന്നും, നഹി ഹോഗാ ഉണ്ടാവില്ല. ലേഖക് और ബുഡി കാങ്ക് की गपशप आपको कैसे लगी? അവരുടെ ആ സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തുകൊണ്ടാ ഇഷ്ടപ്പെട്ടത്? അവര് ഭയങ്കര സ്നേഹത്തോടെ തമാശയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് അല്ലെ, ഒരു ബന്ധമൊക്കെ ഉള്ളത് പോലെയാണ് അവര് സംസാരിക്കുന്നത്. വ ഹസ്തേ ഹുവേ ദോ ഉംഗ്ലിയം ദിക്കാക്കർ ബോലി. അപ്പോ ലേഖകൻ എന്താ ചോദിച്ചത് അവരോട്? ഒരു പാവാണോ? അപ്പൊ അധികം മധുരമൊന്നും ഉണ്ടാവില്ല. അത് കേട്ടപ്പോ അവര് ചിരിച്ചുകൊണ്ട് പറയാ, ഹസ്തേ ഹുയേ ദോ ഉംഗ്ലിയാം ദിഖാക്കർ ബോലി. രണ്ട് വിരല് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ദിഖാക്കർ എന്ന് പറഞ്ഞാൽ കാണിച്ചുകൊണ്ട്. ദോ പവ. അപ്പൊ അവര് നേരത്തെ പറഞ്ഞത് മാറ്റി പറയാ, ദോ പവ രണ്ട് പവ ആണ്. ഹാ തബ് തോ ജറൂർ മീഠ ഹോഗ. ഹാ തബ് തോ അങ്ങനെയാണെങ്കിൽ, ജറൂർ തീർച്ചയായും, മീഠ ഹോഗ തീർച്ചയായും മധുരമുണ്ടാകും. മേനെ ഉസ്സെ കുച്ച് സന്ത്രേ ഖരീദേ ഓർ ഘർ ചലാ ആയ. ഞാൻ അവരോട് കുച്ച് സന്ത്രേ ഖരീദേ കുറച്ച് ഓറഞ്ച് വാങ്ങിച്ച്, ഓർ ഘർ ചലാ ആയ വീട്ടിലേക്ക് വന്നു. കുച്ച് സമയ ബാദ് മേനെ ഷില്ലോങ് ചോട് ദിയ. കുച്ച് സമയ ബാദ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം, അതായത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം, മേനെ ഷില്ലോങ് ചോട് ദിയ ഞാൻ ഷില്ലോങ് നിന്ന് പോയി. ലേഖകന്റെ സ്വന്തം വീട് ഷില്ലോങ്ങിലല്ല, അവിടെ ജോലിക്കോ വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടി അവിടെ പോയി താമസിക്കുകയായിരുന്നു. ഇപ്പോ അവിടുന്ന് പോയി സ്വന്തം നാട്ടിലേക്കോ വേറെ എവിടേക്കെങ്കിലോ പോയി. और फिर बरसों मेरा उधर जाना नहीं हुआ. ബർസോ എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങളോളം. മേര ഉദർ ജാന എനിക്ക് അവിടേക്ക് പോകേണ്ടി വന്നിട്ടില്ല, അവിടേക്ക് ഞാൻ പോയില്ല. लगभग 20 साल बाद मैं फिर शिलोंग गया. लगभग ഏകദേശം 20 साल 20 years 20 വർഷങ്ങൾക്ക് ബാദ് ശേഷം मैं फिर शिलोंग गया അദ്ദേഹം വീണ്ടും ഷില്ലോങ്ങിലേക്ക് പോയി. മുझे उस बूढ़ी कांग की याद आई. എനിക്ക് ആ വയസ്സായ കച്ചവടക്കാരിയെ ഓർമ്മ വന്നു. उसे मिलने में फिर മൽക്കി ഹിൽസ് പൗഞ്ച. ഉസ്സെ മിൽനെ മേ അവരെ കാണാൻ വേണ്ടി, അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി, ഫിർ വീണ്ടും, മൽക്കി ഹിൽസ് അവർ പണ്ട് താമസിച്ചിരുന്ന മൽക്കി ഹിൽസിലേക്ക് പൗഞ്ച എത്തി. ഉസി ജഗ ജഹാം വ ചോട്ടി സി ഗുംട്ടി മേ ബൈട്ടി ഹുയി ഫൽ ബേസ്തി തി. എവിടേക്കാ പോയത്? ഉസി ജഗ ആ സ്ഥലം, ജഹാം എവിടെ,
വഹ് ചോട്ടി സി ഗുംട്ടി മേ അവര് ഒരു ചെറിയ കുമ്മിട്ടിക്കടയിൽ ഇരുന്ന് ഫൽ ബേച്തി തി പഴങ്ങള് വിൽക്കാറുണ്ടായിരുന്നു. ആ കടയിലേക്ക് പോയി നോക്കി. ദുകാൻ തോ വഹി തി കട അവിടെ തന്നെ ഉണ്ടായിരുന്നു. വഹി തി മഗർ വഹ് വൃദ്ധ കഹി നസർ നഹി ആയി. മഗർ വഹ് വൃദ്ധ ആ ബുഡ്ഢി അല്ലെങ്കിൽ ആ ഒരു വൃദ്ധയായ സ്ത്രീ കഹി നസർ നഹി ആയി അവരെ എവിടെയും കാണാൻ പറ്റിയില്ല. നസർ നഹി ആയി. വഹാ ഏക് യുവതി ബൈഠി തി ആ കട അവിടെ തന്നെ ഉണ്ട്. ആ കടയിൽ വയസ്സായ സ്ത്രീ ഇല്ല, പക്ഷെ അതിന് പകരം ഒരു യുവതിയായ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. ഉസ്കെ പാസ് ഹി ഉസ്കി ചോട്ടി സി ലഡ്കി ബി ബൈഠി തി ഉസ്കെ പാസ് ഹി ആ സ്ത്രീയുടെ അടുത്ത് തന്നെ ഉസ്കി ചോട്ടി സി ലഡ്കി അവരുടെ ചെറിയ കുട്ടിയും കൂടി ബൈഠി തി ഇരിക്കുന്നുണ്ടായിരുന്നു. दुकान वैसे ही थी जैसे वह अब से 20 साल पहले हुआ करती थी. ദുകാൻ വൈസേ ഹി ദി ആ കടയ്ക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ജേസി എങ്ങനെ വഹ് അബ് സെ 20 സാൽ പെഹലെ 20 വർഷം മുൻപ് ഹുവാ കർത്തി തി ഉണ്ടായിരുന്നത് പോലെ തന്നെ. 20 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ആ കട ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ ആ കട ഇപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ആ വയസ്സായ സ്ത്രീ ഉണ്ടായിരുന്നില്ല. അതിനു പകരം ഒരു യുവതി ഇരിക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് അവരുടെ ഒരു ചെറിയ കുട്ടിയും ഇരിക്കുന്നുണ്ടായിരുന്നു. मैंने उस कांग से उस बूढ़ी महिला के बारे में पूछा. मैंने उस कांग से ആ കച്ചവടക്കാരിയോട് ബുഡ്ഢി മഹിളാക്കെ ബാരേമെ പൂച്ച വയസ്സായ സ്ത്രീയെ പറ്റി പൂച്ച ചോദിച്ചു. പതാ ചലാ വ ഉസ്കി നാനി ധി മനസ്സിലായി അത് അവരുടെ അമ്മൂമ്മയായിരുന്നു. ജോ അബ് നഹി രഹി അവരിപ്പോ ഇല്ല, ജീവനോടെ ഇല്ല, മരിച്ചുപോയി. കുച്ച് സമയ ഗപ്ഷപ് കർ ചലത്തെ സമയ संतरा लेने के ख्याल से हमेशा की तरह उससे पूछा. കുറച്ചു നേരം അവരോട് ഗപ്ഷപ്പ് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ചലത്തെ സമയ പോരാനായ സമയത്ത് സന്തറ ലേനേക്ക് ഖയാൽ സേ ഓറഞ്ച് വാങ്ങാനുള്ള ഒരു ഓർമ്മയില് ഹമേശാക്കി തര എപ്പോഴും ചോദിക്കുന്നത് പോലെ ഉസ്സെ പൂച്ച അവരോട് ചോദിച്ചു. മീഠാ ഹേ ഇത് മധുരമുള്ളതാണോ? ബോലി ബഹുത് മീഠാ ഹേ അവര് പറഞ്ഞു ഇത് വളരെ നല്ല മധുരമുള്ള ഓറഞ്ചാണ്. മഗർ ജബ് മേനെ വഹി പ്രശ്ന ദുഹരായ തോ വഹ് തോടാ നാരാജ് ഹോക്കർ ബോലി. അപ്പൊ പണ്ട് ആ മുത്തശ്ശിയോട് ചോദിക്കും പോലെ അതേ ചോദ്യം ദുഹരായ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ചോദിച്ചു. തോ വഹ് തോടാ നാരാജ് ഹോക്കർ ഈ ലേഡിക്ക് അത് അത്ര ചിരിയൊന്നും വന്നില്ല. അവർക്ക് കുറച്ചൊരു ദേഷ്യം വന്ന പോലെ നാരാജ് ഹോക്കർ ബോലി ദേഷ്യത്തോടെ പറഞ്ഞു. മീഠാ ഹേ തോ ഉറപ്പായിട്ടും മധുരം തന്നെയാണ്. ക്യോ നഹീ മീഠാ ഹോഗ എന്തുകൊണ്ട് മധുരം ഉണ്ടാവില്ല? മേനെ ബർസോം പുരാന സവാൽ ഫിർ ഉഛാല ഞാൻ ബർസോം പുരാന പഴയ പണ്ടത്തെ സവാൽ അതേ ചോദ്യം ഫിർ ഉഛാല വീണ്ടും ചോദിച്ചു. കിത്നി ചീനി ഡാലി എത്ര പഞ്ചസാര ഇട്ടിട്ടുണ്ട്? വ മുസ്കുരാക്കർ ബോലി ആ ചോദ്യം കേട്ടപ്പോ പെട്ടെന്ന് അവര് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏക് പവ്വ മുത്തശ്ശി പറഞ്ഞ അതേ ഉത്തരം തന്നെ അവരും പറയുകയാണ്. മേനെ കഹ അപ്പൊ ഞാൻ പറഞ്ഞു. ഇത്തനെ മേ തോ മീഠാ നഹി ഹോഗ ഇത്രയേ ഉള്ളെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും ഈ ഓറഞ്ചിന് മീഠാ നഹി ഹോഗ മധുരം ഉണ്ടാവില്ല. വ ഹസ്നെ ലഗി അവര് ചിരിക്കാൻ തുടങ്ങി. ഫിർ ദോ ഉംഗ്ലിയാം ദിഖാക്കർ ബോലി പിന്നെ 2 വിരല് കാണിച്ചുകൊണ്ട് പറഞ്ഞു. പണ്ട് മുത്തശ്ശി പറയും പോലെ തന്നെ ദോ പവ്വ 2 പവ്വ. സുൻകർ മുജേ ബി ഹസി ആ ഗയി ഇത് കേട്ടപ്പോ എനിക്കും ചിരി വന്നു. ലേഖകനും ഹസി ആ ഗയി ചിരി വന്നു. തബ് തോ ജറൂർ മീഠാ ഹോഗ അപ്പൊ പിന്നെ ഉറപ്പായിട്ടും മധുരം ഉണ്ടാവുമല്ലോ. मैंने संतरे लिए और पैसे उसकी तरफ बढ़ा दिया ഞാൻ संतरे लिए ഞാൻ ഓറഞ്ച് വാങ്ങി और पैसे उसकी तरफ बढ़ा लिया പൈസ അവർക്ക് നേരെ നീട്ടി. मगर उसने पैसा लेने से इनकार कर दिया പക്ഷേ वह पैसा लेने से അവര് പൈസ എടുക്കാൻ ഇൻകാർ कर दिया അവര് അത് സമ്മതിച്ചില്ല. പൈസ വാങ്ങാൻ അവര് സമ്മതിച്ചില്ല. അവര് പൈസ വാങ്ങിയില്ല. शायद उसने मुझे पहचान लिया था शायद मे बी ചിലപ്പോ
ഉസ്നെ മുझे അവര് എന്നെ പെഹചാൻ ലിയാതാ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. മേനെ ഭി ഉസ് പരി ജൈസി നന്നി സി ലഡ്കി കോ പെഹചാൻ ലിയാതാ ഞാനും ആ പരി ജൈസി എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ പോലെയുള്ള പണ്ട് അമ്മൂമ്മയുടെ കൂടെ സ്ഥിരമായിട്ട് ഷോപ്പിലിരിക്കുന്ന കുഞ്ഞി കുട്ടിയില്ലേ, അപ്പൊ എനിക്കും ആ ഒരു കുട്ടിയെ പെഹചാൻ ലിയ മനസ്സിലായി. ജോ അപ്നി നാനി കെ പാസ് ബൈട്ടി ഹോത്തി തി ആ മുത്തശ്ശിയുടെ കൂടെ ഇരിക്കാറുണ്ടായിരുന്നല്ലോ, ആ ഒരു കുട്ടിയെ എനിക്കും ഓർമ്മ വന്നു. അപ്പൊ ഇതൊക്കെയാണ് കുറേ കാലങ്ങൾക്ക് ശേഷം അവരെ കാണാൻ വേണ്ടി അവിടെ ചെന്നതാണല്ലേ. അപ്പൊ അവർക്കത് ഭയങ്കരമായിട്ട് സന്തോഷായി. ആ ഒരു ബന്ധങ്ങളുടെ ഒരു മൂല്യമാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നാരങ്ങയുടെ പൈസയൊന്നും അവര് വാങ്ങാത്തത്. അവർക്ക് ഭയങ്കര സന്തോഷായി ഇത്ര കാലത്തിന് ശേഷം ഇങ്ങനെ ഒരാളെ കണ്ട് ആ ഓർമ്മ പുതുക്കിയപ്പോൾ. युवती ने पैसा लेने से इनकार किया यहाँ युवती का कौन सा मनोभाव प्रकट होता है. ആ സ്ത്രീ പൈസ വാങ്ങാതിരുന്നല്ലോ, അവരുടെ ഏതൊരു സ്വഭാവത്തിനെയാണ് ഇത് കാണിക്കുന്നത്? ഭയങ്കര സ്നേഹമുള്ള, ഭയങ്കര ഒരു ആത്മാർത്ഥതയൊക്കെ ഉള്ള, ഭയങ്കര ഒരു ബന്ധങ്ങളെയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന, അല്ലെ പൈസക്ക് കൂടുതൽ മൂല്യം കൊടുക്കാത്ത ഒരു ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് അവരെ തോന്നുന്നത് അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അവരെന്തുകൊണ്ടായിരിക്കും പൈസ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവുക? കഥ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോകാം. ആയെ ഖരീദേ. ഇവിടെ ഒരു ചെറിയ കടയുടെ പോലത്തെ ഒരു ചിത്രം വന്നിട്ടുണ്ട്. ലിഖേ ക്യാ ക്യാ ഹേ. ഇതിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നിങ്ങൾ എഴുതണം. നമുക്ക് കുറച്ചൊക്കെ എഴുതി നോക്കാം. ഓറഞ്ചസ് ഉണ്ട്, ബനാനാസ് ഉണ്ട്, പൈനാപ്പിൾസ് ഉണ്ട്, ആപ്പിൾസ്, ബിസ്ക്കറ്റ്, ടോഫി, ചോക്ലേറ്റ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലേ. അപ്പൊ നിങ്ങൾ ഈ കള്ളിയിലൊക്കെ ഇത് സ്വന്തമായിട്ട് എഴുതുക. അനാനാസ് പൈനാപ്പിളിന് പറയും, അല്ലെങ്കിൽ പൈനാപ്പിളിന് തന്നെ ഈ ചാപ്റ്ററിലുള്ള പോലെ എഴുതിയാൽ മതി. ലിഖേ കിസ്നെ കഹ. ഇവിടെ തന്നിരിക്കുന്ന സംഭാഷണ ശകലം ഇത് ഓരോരുത്തരും ആര് പറഞ്ഞതാണെന്ന് എഴുതണം. ആദ്യം സന്ദ്ര മീഠ ഹേ, ഒരു ചോദ്യമാണ്. ഇത് ആരായിരുന്നു? ഇത് ലേഖകൻ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണല്ലേ. ലേഖക്. ഏക് പാവ് ചീനി മേ തോ ജ്യാദാ മീഠ നഹി ഹോഗ. ഒരു പാവാണെങ്കിൽ മധുരം അത്രയൊന്നും ഉണ്ടാവില്ല, ലേഖകാണ് പറഞ്ഞത്. മീഠ ഹേ തോ ക്യോ നഹി മീഠ ഹോഗ. ഇതാരാ പറഞ്ഞത്? യുവതി. കിത്നി ചീനി ഡാലി. എത്ര പഞ്ചസാര ഇട്ടിട്ടുണ്ട് എന്നാരാ ചോദിച്ചത്? ലേഖക്. ഏക് പവ എന്ന് പറഞ്ഞത് യുവതി. ഹാ തബ് തോ ജറൂർ മീഠ ഹോഗ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും മധുരം ഉണ്ടാകും എന്ന് ലേഖക പറഞ്ഞു. ദോ പവ എന്നാരാ പറഞ്ഞത്? ഹാ അത് യുവതിയാണ് പറഞ്ഞത്. ഹാ ബഹുത് മീഠ, അങ്ങനെ ആരാ പറഞ്ഞത്? യുവതിയാണ്. കഹാനി സെ ഗുസറെ പ്രസ്താവ് പർ ടിക്കോ അല്ലെങ്കിൽ ക്രോസ് ലഗായേ. 20 साल बाद 20 വർഷങ്ങൾക്ക് ശേഷം ലേഖക് ഷില്ലോങ് ഗയാ. ലേഖക് ഷില്ലോങ്ങിൽ പോയോ? പോയി. ഗുമ്മട്ടി സൂപ്പർ മാർക്കറ്റ് ബൻ ഗയാ. ഗുമ്മട്ടി സൂപ്പർ മാർക്കറ്റ് ആയോ? ഇല്ല. യുവതി കെ പാസ് ഉസ്കി ചോട്ടി സി ലഡ്കി ഭീ ബൈഠി ഥി. അവരുടെ കുട്ടിയും ഇരിക്കുന്നുണ്ടായിരുന്നു. യെസ്. ലേഖക് കോ ബുഡി കാങ് കി യാദായി. ലേഖകിന് ബുഡി കാങ്കിന്റെ ഓർമ്മ വന്നു. ശരിയാണ്. ഗുമ്മട്ടി മേ വൃദ്ധ നസറായി. ഗുമ്മട്ടിയിൽ ആ വൃദ്ധനെ കണ്ടു. അത് തെറ്റാണ്. ഗുമ്മട്ടി മേ യുവതി അക്കേലി ബൈഠി ഥി. യുവതി ഒറ്റയ്ക്കല്ല, അവരുടെ കൂടെ കുട്ടിയും ഉണ്ടായിരുന്നു. ഏക് ദുകാൻ കാ ചിത്ര കീച്ചേ രംഗ് ദേ നാം ദേ. ഒരു കടയുടെ ചിത്രം വരയ്ക്കണം. ഇത് നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി ചെയ്യേണ്ടതാണ്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇനി ദുകാൻ കെ ബാരെ മേ ലിഖേ. അപ്പൊ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രത്തിനെ പറ്റി നിങ്ങൾ എഴുതണം. നമുക്ക് ഇതിനെപ്പറ്റി ഒരു 3-4 സെന്റൻസ് നോക്കാം. യഹ് ഏക് ഫൽ കി ദുകാൻ ഹേ. ഇതൊരു ഫൽ കി ദുകാൻ ആണ്. ഇസ്മേ സന്ദ്രേ കേലെ സേബ് ഓർ അങ്കൂർ ഹേ. ഇവിടെ കുറച്ച് പഴങ്ങൾ കൊടുത്തിട്ട് ആ പഴങ്ങളുടെ ഒക്കെ പേരുകൾ എഴുതാം. ദുകാൻ സാഫ് ഓർ സുന്ദർ ഹേ. അത് നല്ല ക്ലീൻ ആയിട്ടും ഭംഗിയായിട്ടുള്ള കടയാണ്. ദുകാൻദാർ ബഹുത് അച്ഛാ ഹേ. ഇവിടെ ദുകാൻദാർ ഷോപ്പ് കീപ്പർ ഉണ്ട്, അയാൾ വളരെ നല്ലതാണ്. മുझे ये दुकान बहुत पसंद है. എനിക്ക് ഈ ഷോപ്പ് വളരെയധികം ഇഷ്ടമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റൻസ്, നിങ്ങളുടേതായിട്ടുള്ള സെന്റൻസ് എഴുതിയിട്ട് അതിനെ ഹിന്ദിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. പാഠ ഭാഗ് സെ ഉചിത് ശബ്ദ ढूंढे और लिखे.
വഹ് ഹമാരെ ഘർ കെ പാസി ചോട്ടി സി ഗുമട്ടി. ഗുമട്ടി എന്നുള്ള വാക്കിന് ചോട്ടി സി ചെറിയ പെട്ടിക്കട. അപ്പൊ പെട്ടിക്കട എന്നുള്ളതിന് വിശേഷൺ ശബ്ദമാണ്, വിശേഷിപ്പിക്കുകയാണ് ചോട്ടി സി. मैं बैठी मौसमी फल बेचती थी. मैंने उस काम से उस बूढ़ी महिला. മഹിള എന്നുള്ളത് സാധാരണ ഒരു സ്ത്രീ, ബൂഢി മഹിള വയസ്സായ സ്ത്രീ, അതിനെ വിശേഷിപ്പിക്കുകയാണ് ബൂഢി കൊണ്ട്. കെ ബാരേമേം പൂച്ച. അപ്പൊ അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന വാക്കുകളിലെ വിശേഷൻ ശബ്ദം നിങ്ങൾ ആഡ് ചെയ്യണം. ചോട്ടി സി ഗുംട്ടി, ബൂഢി മഹിള. ഇനി സന്ദ്ര എന്തായിരുന്നു? മീഠ സന്ദ്ര. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ ഒരു സ്പേസിൽ മീഠ എന്ന് എഴുതണം. ഇനി കാങ് കച്ചവടക്കാരി, ബൂഢി കാങ്. പിന്നെ ശക്കർകന്ദ് എന്തായിരുന്നു? സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയതായിരുന്നു അല്ലെ, ഉബലെ ശക്കർകന്ദ്. ഇനി ഗ്രാഹക് സ്ഥിരം വരിക്കാര് അല്ലെങ്കിൽ സ്ഥിരം ഉപഭോക്താക്കൾ, അല്ലെങ്കിൽ അവിടെ സ്ഥിരമായി വരുന്ന ആളുകൾ എങ്ങനെയാ പറയാ? നിയമിത് ഗ്രാഹക്. സവാൽ ചോദ്യം, പുരാന സവാൽ പഴയ അതേ ചോദ്യം. ലടുക്കി ചോട്ടി ലടുക്കി, ലടുക്കി. ഒങ്ലിയാം വിരലുകള്, ദോങ്ലിയാം എന്നൊക്കെ എഴുതാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഈ ഒരു സ്പേസിൽ എഴുതണം. ക്യാ മീഠാ സന്ദ്ര പാഠ് പസന്ദായ? ടിപ്പണി ലിഖേ. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടമായോ? അങ്ങനെയാണെങ്കിൽ ആ ചാപ്റ്ററിനെ പറ്റി ഒരു വിവരണം എഴുതുക. അതിനെപ്പറ്റി നിങ്ങളുടെ ഒരു റിവ്യൂ പോലെ എഴുതുക. ഒരു എക്സാമ്പിൾ മാത്രം നമുക്കിവിടെ നോക്കാം. मुझे मीठा संतरा पाठ बहुत पसंद आया. उस कहानी में लेखक ने बूढ़ी कांग और उसकी पोती के साथ अपनी मुलाकात बताई है. ഇതിൽ ലേഖക് ബൂഢി കാങ് വയസ്സായ സ്ത്രീയോടും വയസ്സായ കച്ചവടക്കാരിയെയും ഓർ ഉസ്കി പോത്തി അവരുടെ കൊച്ചുമകളിനെയും മുലാഖാത്ത് ബതായി അവരെ കണ്ടുമുട്ടിയതിനെ പറ്റിയും അവർ തമ്മിലുണ്ടായ സംഭാഷണത്തിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. കഹാനി കെ സംവാദ് ബഹുത് മസേദാർ ഹേ. കഹാനിയിലുള്ള സംവാദ്, അതിലുള്ള ആ ഒരു കൺവെർസേഷൻസ്, അതിൽ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മുझे കിത്നി ചീനി ഡാലി വാല പ്രസംഗ് സബ്സെ അച്ഛാ ലഗ. ഇപ്പൊ ലേഖകന്റെ ചോദ്യമായിട്ടുള്ള എത്ര പഞ്ചസാര ഇട്ടു എന്നുള്ള ചോദ്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇസ്സെ ഹമേ പ്യാർ ഓർ അപ്നാപൻ സമജ് മേ ആത്താ ഹേ. ഈ ഒരു സ്റ്റോറിയിലൂടെ തമ്മിലുള്ള ഒരു സ്നേഹവും ഒരു സ്വന്തം ആളുകൾ എന്നുള്ള ആ ഒരു സ്നേഹവും ഒക്കെ നമുക്ക് മനസ്സിലാകും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് എന്താണോ ഈ കഥയെ പറ്റി തോന്നുന്നത് അത് നിങ്ങളും എഴുതുക. അനുബന്ധ കാര്യം. सब्जियों और फलों के चित्र इकट्ठा करे, तालिका में नाम लिखे. ഫൽ പഴങ്ങൾ, സബ്ജി പച്ചക്കറികൾ. അപ്പൊ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ചിത്രങ്ങൾ കണ്ടുപിടിക്കുക. അതിനുശേഷം ആൽബം തയ്യാർ കരേ. ഇതിന്റെയൊക്കെ ആൽബം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫൽ കുറേ പഴങ്ങളുടെ ചിത്രങ്ങളും അവയുടെ പേരുകളും, സബ്ജി അവരുടെ ചിത്രങ്ങളും പേരുകളും ഒക്കെ ഒരു ആൽബം പോലെ തയ്യാറാക്കാം. അപ്പൊ നിങ്ങൾ ഈ ചിത്രം നോക്കി ഇതിന്റെ പേരുകളൊക്കെ വായിച്ചു നോക്കി മനസ്സിലാക്കുക. അപ്പൊ നമ്മള് ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യാണ്. ഈ ചാപ്റ്ററിലുള്ള വേർഡ് മീനിങ് ഒക്കെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. എവിടെ ഡൗട്ട് വരുന്നോ അപ്പോഴാ ബാക്കിലേക്ക് മറിച്ച് നോക്കി ആ വാക്കുകളുടെ അർത്ഥമൊക്കെ നോക്കിയിട്ട് ഈ കഥ വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബിതായേ ദിൻ ചിലവഴിച്ച ദിവസങ്ങൾ. യാദ് ഓർമ്മ, കാങ് കച്ചവടക്കാരി, ഗുമട്ടി പെട്ടിക്കട, മോസമി ഫൽ സീസണൽ ഫ്രൂട്ട്സ് അതത് കാലത്ത് പഴങ്ങൾ, ബേസ്തീതി വിറ്റിരുന്നു, സന്ദ്ര ഓറഞ്ച്, കേല വാഴപ്പഴം, പ്ലം പ്ലം, ഉബലെ ശക്കർകന്ദ് പുഴുങ്ങിയ മധുരക്കിഴങ്ങ്, പെപ്പർമിന്റ്. നിയമിത് ഗ്രാഹക് സ്ഥിരം ഉപഭോക്താക്കൾ, ദുകാൻ കട, ഖരീദ്ന വാങ്ങുമായിരുന്നു, ഗപ്ഷപ് കർണ വർത്തമാനം പറയുമായിരുന്നു, കബി കബി ചിലപ്പോൾ, പോത്തി ചെറുമകൾ, ലോട്ടെ സമയ് മടങ്ങി വരുമ്പോൾ, ഗുജറാത്തോ കടന്നു പോയപ്പോൾ, ടഹർ ഗയ അല്പനേരം നിന്നു, മീഠ മധുരമുള്ള, സവാൽ ചോദ്യം, ദുഹ്റായ ആവർത്തിച്ചു.
ചീനി പഞ്ചസാര മസ തമാശ. പവ്വ ക്വാർട്ടർ എന്നാണ് പറയുന്നത് 1/4 കാൽ ഭാഗം എന്നൊക്കെ പറയില്ലേ അങ്ങനെ. ജാദ കൂടുതൽ, ഉംഗ്ലിയാം വിരലുകൾ, ജറൂർ തീർച്ചയായും, ഷില്ലോങ് ചോട് ദിയ ഷില്ലോങ് വിട്ട് പോയി, ബർസോം വർഷങ്ങളോളം, ലഗ്ബഗ് ഏകദേശം, സാൽ വർഷം, മിൽനെ കാണാൻ, പൗഞ്ച എത്തി, ഉസി ജഗ അതേ സ്ഥലത്ത്, മഗർ പക്ഷേ, നസർ നെയ് ആയ കാണാൻ കഴിഞ്ഞില്ല, പതാചല മനസ്സിലാക്കാൻ കഴിഞ്ഞു, നാനി മുത്തശ്ശി, ഖ്യാൽസെ ഉദ്ദേശത്തോടെ, പ്രശ്ന ചോദ്യം, നരാസ് ഹോക്കർ ദേഷ്യപ്പെട്ട്, പുരാന പഴയ, സവാൽ ഉഛാല ചോദ്യമുയർത്തി, മുസ്കുരാക്കർ പുഞ്ചിരിയോടെ, ഹസ്നെ ലഗി ചിരിക്കാൻ തുടങ്ങി, ഉസ്കി തര ബടാ ദിയ അവളുടെ നേരെ നീട്ടി, ഇൻകാർ കർദിയ നിരസിച്ചു, ഷായദ് ഒരു പക്ഷേ, പേച്ചാൻ ലിയാത തിരിച്ചറിഞ്ഞു, പരി മാലാഖ, നന്നീസി ലടുക്കി കൊച്ചു പെൺകുട്ടി. അപ്പോ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.